എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഒക്ടോബർ 31 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഏറ്റവും പുതിയ SCRT ഫാക്ടറുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഏറ്റവും പുതിയ SCRT ടെക്സ്റ്റ് ബുക്കുകൾ പുറത്തിറക്കുകയാണ്. അപ്പോൾ അറിവിടം എന്ന് പറയുന്ന പേരിൽ SS-ന്റെയും അതുപോലെ തന്നെ സയൻസിന്റെയും പുസ്തകങ്ങളാണ് പുറത്തിറക്കുക. അത് പാർട്ട് 1, പാർട്ട് 2 എന്നീ ഫോർമാറ്റിലാണ്. അതായത് പാർട്ട് 1 5, 7, 9 ക്ലാസ്സുകളിലെ വിവരങ്ങളും അതുപോലെ തന്നെ പാർട്ട് 2 6, 8, 10 ക്ലാസ്സുകളിലെ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം ചാപ്റ്റർ വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ തന്നെ ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകളും ലേണിംഗ് റൂം ഫാക്ടുകളും ഒക്കെ ഉൾപ്പെടുത്തി വളരെ സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്ന ബുക്കാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രീ ഓർഡർ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമറൂണിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. സോ ആ പ്രത്യേകത വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതായത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ്? പോൾ ബിയ. ആരാണ്? പോൾ ബിയ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാമറൂണിന്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? പോൾ ബിയ എന്ന് പറയുന്നത്. അപ്പോൾ കാമറൂണിന്റെ പ്രസിഡന്റ് ആയിട്ട് പോൾ ബിയ തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? പോൾ ബിയ ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു നോവൽ പുറത്തിറങ്ങാൻ പോവുകയാണ്. അതായത് N പ്രഭാകരൻ എന്ന് പറയുന്ന മലയാളത്തിലെ എഴുത്തുകാരന്റെ ഏറ്റവും പുതിയ നോവൽ. ആരുടെയാണ്? N പ്രഭാകരന്റെ ഏറ്റവും പുതിയ നോവൽ പുറത്തിറങ്ങുന്നു. എന്താണ് അതിന്റെ പേര്? മഹാനടനം. അപ്പോൾ മഹാനടനം എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? അത് N പ്രഭാകരനാണ്. വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. കാരണം നോവലുകളും പുസ്തകങ്ങളും ഒക്കെ റീസെന്റ് ആയിട്ട് ഒരുപാട് തവണ PS ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക. N പ്രഭാകരന്റെ നോവൽ ഏതാണ്? മഹാനടനം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പുത്തൂർ മൃഗശാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഓൾറെഡി പല തവണ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എങ്കിലും അതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി വയ്ക്കാം. അപ്പോൾ പുത്തൂർ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് പുത്തൂർ മൃഗശാല. അതിന്റെ ഉദ്ഘാടനം 2025 ഒക്ടോബർ 28 നിർവഹിച്ചത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം 2025 ഒക്ടോബർ 28 നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നിർവഹിച്ചു. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പുത്തൂർ മൃഗശാലയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്ന് പറയുന്നത് ഏതാണ്? പുത്തൂരാണ്. ദെൻ ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോയുടെ ആശയത്തിൽ നിന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. സോ ജോൺ കോയുടെ ആശയത്തിൽ നിന്നാണ് എന്ത് ചെയ്ത ഈ ഒരു മൃഗശാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രശസ്തമായ ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ജോൺ കോ എന്ന് പറയുന്നത്. സോ അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ ഈ പുത്തൂരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? പുത്തൂരാണ്. അപ്പോൾ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂരാണ്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്ന് പറയുന്നത് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഓൾറെഡി ഉള്ളത് തന്നെയാണ്. എങ്കിലും പത്രത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം എത്ര പഴയ പദ്ധതികളാണെങ്കിലും പഴയ സോഫ്റ്റ്വെയർ ആണെങ്കിലും പഴയ ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് റീസെന്റ് ആയിട്ടൊക്കെ പത്രത്തിൽ വരുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഇ ഡ്രോപ്പ്. എന്താണ്? ഇ ഡ്രോപ്പ് എന്നാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. സോ ഇപ്പോൾ ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അതായത് സക്കാരോവ് പ്രൈസ് 2025 2025 സക്കാരോവ് പ്രൈസ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 50,000 യൂറോയാണ്. അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ആരാണ് പുരസ്കാര ജേതാക്കൾ? ഈ വർഷം 2 പുരസ്കാര ജേതാക്കളാണ്. അപ്പോൾ സോ ആ 2 പേരെ നമുക്ക് എന്ത് ചെയ്യണം? പരിചയപ്പെടണം. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്
ആൻഡ്രസെച്ച് പോക്സോ ബഡ്. എന്താണ്? ആൻഡ്രസെച്ച് പോക്സോ ബഡ് ആണ് ഒരാളെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് എംസിയ അമഗ്ലോബെലി. ഇതാണ് എംസിയ അമഗ്ലോബെലി ആണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പേരുകളുടെ പേരൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത് സക്കാരോവ് പ്രൈസിനെ പറ്റിയാണ് പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ ആണ് പുരസ്കാരം നൽകുന്നത്. 50,000 യൂറോയാണ് പ്രൈസ് മണി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒരു അംഗീകാരം, ഒരു അവാർഡാണ്. 2025 ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ എന്താണ് 2025 ബുക്ക് ഓഫ് ദി ഇയർ മലയാള രത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? CV ആനന്ദബോസ്. ആരാണ്? CV ആനന്ദബോസ് ആണ്. കാര്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് നമുക്കറിയാം പശ്ചിമ ബംഗാളിന്റെ എന്താണ് ഗവർണർ ആണ്. ആരെന്ന് പറയുന്നത് CV ആനന്ദബോസ്. പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആയിട്ടുള്ള CV ആനന്ദബോസ്. അദ്ദേഹം മലയാളി കൂടിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനാണ് 2025 ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം കിട്ടിയത്. ഇനി അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിത്തും സയൻസും ഒരു പുനർവായന എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത്? പുരസ്കാരം കിട്ടിയത്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ക്ലൗഡ് സീഡിംഗ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ക്ലൗഡ് സീഡിംഗ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത് കൃത്രിമ മഴ പരീക്ഷണം. അതായത് സിൽവർ അയഡൈഡ് പോലുള്ള രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഈർപ്പം നിറഞ്ഞ മേഘങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്ലൗഡ് സീഡിംഗ്. സോ അതിലൂടെ കൃത്രിമമായിട്ട് മഴ സൃഷ്ടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? 2025 ഒക്ടോബറിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് എവിടെയാണ്? അപ്പോൾ 2025 ഒക്ടോബറിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് എവിടെയാണ്? അത് ഡൽഹിയിലാണ് കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. IIT കാൺപൂരിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു പരീക്ഷണം നടത്തിയത്. അപ്പൊ IIT കാൺപൂരിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഡൽഹിയിൽ 2025 ഒക്ടോബറിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തി. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു തവളയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അടുത്തിടെ അപതാനി കൊമ്പൻ തവളയെ കണ്ടെത്തപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പോൾ എന്താണ് അപതാനി കൊമ്പൻ തവളയെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്ത് എന്നാണ്? അരുണാചൽ പ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്തുകൊണ്ട് ഈ ഒരു തവളയെ ഇത്ര കാര്യമായിട്ട് നോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ കണ്ടെത്തിയത് നമ്മുടെ സത്യഭാമദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ സത്യഭാമദാസ് ബിജു എല്ലാവർക്കും അറിയാലോ അല്ലേ? അതായത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സത്യഭാമദാസ് ബിജു. അത് മാത്രമല്ല അദ്ദേഹത്തിന് പ്രഥമ കേരള പുരസ്കാരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കേരള ശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 2022 കേട്ടോ. അപ്പോൾ 2022 കേരള ശ്രീ കിട്ടിയ ആളാണ് ആരെന്ന് പറയുന്നത്? സത്യഭാമദാസ് ബിജു എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഓൾറെഡി തന്നെ നമ്മൾ ജൻസി വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നേപ്പാളിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ പെറു എന്ന് പറയുന്ന രാജ്യത്ത് ജൻസി പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അവിടെ എന്ത് ചെയ്യുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ 2025 ഒക്ടോബറിൽ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ്? പെറുവിലാണ്. അതായത് പെറുവിലെ ലിമയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 30 ദിവസത്തേക്കാണ് ഈ അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. ദെൻ മറ്റൊരു രസകരമായ കാര്യമാണ്, അതായത് ഐസ്ലാൻഡിൽ ആദ്യമായിട്ട് കൊതുകിനെ കണ്ടെത്തി. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നും. ഐസ്ലാൻഡിൽ ഇത്രയും കാലമായിട്ട് കൊതുകുകൾ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ലാൻഡിൽ എന്തില്ല? കൊതുകുകളില്ല. കാരണം എന്ന് പറയുന്നത് കൊടിയ തണുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ലാവകൾ വിരിയുന്നതിനുള്ള ഒരു കണ്ടീഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഐസ്ലാൻഡിലും അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലൊന്നും എന്ത് ചെയ്തിട്ടില്ല? കൊതുകിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഐസ്ലാൻഡിൽ ആദ്യമായിട്ട് കൊതുകിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണം തന്നെ നമുക്കറിയാം അല്ലെ? ഗ്ലോബൽ വാർമിങ്ങിനെയൊക്കെ തുടർന്ന് അവിടുത്തെ മഞ്ഞൊക്കെ ഒരുങ്ങുന്നതും അവിടെ ചൂട് കൂടുന്നതുമായിട്ടുള്ള അന്തരീക്ഷമാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ എന്താണ് ഐസ്ലാൻഡിനെ ബാധിച്ചു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് കൊതുകുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊതുക് എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യമായിട്ട് കൊതുകിനെ ഐസ്ലാൻഡിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് 2025 ഒക്ടോബറിലെ ICC പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണ്? അപ്പോൾ 2025 ഒക്ടോബറിലെ ICC പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണ്? രോഹിത് ശർമ്മയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന് പറയുന്നത് ആരാണ്? രോഹിത് ശർമ്മയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുരുഷ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹിത് ശർമ്മയാണ്. ഇനി അത് മാത്രമല്ല അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ പേരിലാണ്? രോഹിത് ശർമ്മയുടെ പേരിലാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 3 ഡബിൾ സെഞ്ചുറികൾ നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. സോ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് 2025 മെക്സിക്കൻ ഗ്രാൻഡ് പ്രീ ജേതാവ് ആരെന്നാണ്? അത് ലാൻഡോ നോറിസ്. ആരാണ്? ലാൻഡോ നോറിസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാംസ് വരാതിരിക്കുകയാണ്. പ്രത്യേകിച്ച് 10th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് എക്സാംസുകൾ, അതായത് ബെബ്കോ LD, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2027 LD എക്സാം, അങ്ങനെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഏറ്റവും പുതിയ SCR
SCRT ഫാക്ടറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായുള്ള talentgala.com-ലും ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് അത് പോൾ ബിയെ ആണെന്ന് പറഞ്ഞു. ദെൻ എൻ പ്രഭാകരന്റെ ഏറ്റവും പുതിയ നോവലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഏതാണ്? മഹാനടനം. ഇതാണ് മഹാനടനമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ദെൻ പുത്തൂർ മൃഗശാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. 2025 ഒക്ടോബർ 28 അത് ഉദ്ഘാടനം ചെയ്തു. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? ജോൺ കോയുടെ ആശയത്തിൽ നിന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന് പറഞ്ഞു. ദെൻ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണെന്ന് പറഞ്ഞു. ഇത്രയും ഒന്ന് കാര്യമായി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഡ്രോപ്പ്. ദെൻ അതിനുശേഷം സക്കാരോവ് പ്രൈസ് ആണ് പറഞ്ഞത്. 2025 സക്കാരോവ് പ്രൈസ് യൂറോപ്യൻ യൂണിയന്റെ പ്രൈസ് ആണ്. 50,000 യൂറോയാണ് പ്രൈസ് മണി എന്ന് പറയുന്നത്. 2 പേർക്കാണ് അവാർഡ് കിട്ടിയത്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആൻഡ്രസെച്ച് പോക്സോബട്ട്, ദെൻ എംസിയ അമഗ്ലോബിലി. അപ്പോൾ ഇവരെ 2 പേർക്കുമാണ് പുരസ്കാരം കിട്ടിയത്. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം എന്താണ്? നമ്മുടെ CV ആനന്ദബോസിന് അംഗീകാരം കിട്ടിയ കാര്യം പറഞ്ഞു. അതായത് 2025 ബുക്ക് ഓഫ് ദി ഇയർ മലയാള രത്ന പുരസ്കാരത്തിന് അർഹനായത് CV ആനന്ദബോസ് ആണ്. ദെൻ അതിനുശേഷം ക്ലൗഡ് സീഡിംഗ് പരീക്ഷണത്തെ പറ്റി പറഞ്ഞു. അതായത് 2025 ഒക്ടോബറിൽ ഡൽഹിയിൽ എന്ത് ചെയ്തു? ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം അല്ലെങ്കിൽ കൃത്രിമ മഴ പരീക്ഷണം എന്ത് ചെയ്തു? നടത്തുകയുണ്ടായി. അതിനെപ്പറ്റി പറഞ്ഞു. ദെൻ അതിനുശേഷം അബദാനി കൊമ്പൻ തവളെ എന്ത് ചെയ്തു? അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അല്ലേ. അതായത് സത്യഭാമദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്ത് ചെയ്തത്? ഇതിനെ കണ്ടെത്തിയത്. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് എവിടെയാണ്? പെറുവിലെ ലിമയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞു. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ ഐസ്ലൻഡിൽ ആദ്യമായിട്ട് കൊതുകിനെ കണ്ടെത്തിയ കാര്യവും പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പറയുന്ന കൊതുകിന്റെ ലാർവകൾ വിരിയാനായിട്ട് കൊടും തണുപ്പ് ആ ഒരു കാലാവസ്ഥ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും ഈ പറയുന്ന ഐസ്ലൻഡിലോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലോ ഒന്നും തന്നെ കൊതുകുകളില്ലായിരുന്നു. കൊതുകിനെ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിരിക്കുകയാണ്. ഐസ്ലൻഡിൽ ചൂടൊക്കെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ പുതുതായിട്ട് കൊതുകിനെ കണ്ടെത്തിയിരിക്കുന്നു. സോ അതുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതിനുശേഷം ICC റാങ്കിംഗ് ആണ് പറഞ്ഞത്. രോഹിത് ശർമ്മ എന്ത് ചെയ്തിരിക്കുന്നു? പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. ഈ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് മാറിയിരിക്കുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 മെക്സിക്കൻ ഗ്രാൻഡ് പ്രി ആണ്. ജേതാവ് ആരാണ്? ലാൻഡോ നോറിസ് ആണ്. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ നേടിയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തൃശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഖത്തർ, ബ്രസീൽ, സൗദി അറേബ്യ, USA. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന്റെ പ്രീമിയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 810 രൂപ അല്ലേ. 810 രൂപയാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ മെഡിസെപ്പിന്റെ ഇപ്പോൾ കവറേജ് എന്ന് പറയുന്നത് 5 ലക്ഷമാക്കി ഉയർത്തിയ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ രണ്ടാമത്തെ ചോദ്യം ബജരംഗ് സേതു നിലവിൽ വരുന്നത് ഏത് സ്റ്റേറ്റിൽ എന്നാണ്. അത് ഉത്തരാഖണ്ഡിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അത് ഗംഗാ നദിക്ക് കുറുകെയാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 2025 ഒക്ടോബറോടെ അതിന്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പോയിന്റുകളും അതുപോലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 31 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.